മല്ലസൈക്കോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വലുതായിട്ട് വീഡിയോയോ കണ്ടൻറ്റോ അങ്ങനെ ഒന്നുമില്ല, എന്നാൽ ഒരു ചെറിയൊരു വിഷയം ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഒരവസ്ഥയെന്ന് വെച്ചാൽ കൂട്ടിക്കോ. ഓക്കെ, നമുക്ക് അതിലോട്ട് പോവാം. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. നമുക്കൊരിക്കലും ഇനി ശരിയാവാനും പോണില്ല. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു കാര്യമായിരിക്കുമെന്ന്. ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഒരു വഴിയുടെ കാര്യമാണ്. വഴിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ വലിയ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നുമല്ല. പണ്ട് ഒരാൾക്ക് നല്ല അടിപൊളിയായിട്ട് നടന്നു വരാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു വഴിയായിരുന്നു, ഒരാൾക്കേ വരാൻ പറ്റൂ. അങ്ങനെ ഒരു പണ്ട് അങ്ങനെ ഒരാൾക്കേ നടന്നു വരാൻ പറ്റൂ. എന്നാലും ഒരു ബൈക്ക് വരാനുള്ള രീതിയിൽ വഴിയെ വികസിപ്പിക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അത് വലിയ പ്രശ്നമായി. ഒരാളെ അതിര് കൈയേറിയെന്നും പറഞ്ഞ് അയാൾ സ്റ്റേ കൊടുത്ത്, ഒരാളെ മറ്റേ സൈഡിലൂടെ നമ്മൾ എടുത്തു കളയുമെന്ന് പിറ്റേ ദിവസം, അതായത് ഇന്നാണ് നമ്മൾ ഈ വഴി ശരിയാക്കണതിൻ്റെ ഇത് നടക്കണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്ന് അയാൾ അതിരിൽ മുള്ളുവലിയിട്ട്. അങ്ങനെ താഴെയുള്ള രണ്ട് വശക്കാർ. എനിക്ക് ഈ വഴിയിൽ ആവശ്യമില്ല, കാരണം അവരെ വഴിയിൽ അവിടെ നിന്നാണ് വഴി നമുക്ക് കയറി വരാനുള്ളത്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു 10, 15, 20 വീടുകൾക്ക് മാത്രമേ വഴിയിൽ ആവശ്യമുള്ളൂ. കാരണം ആ വഴി മുള്ളുവേലിയിട്ട ആളും ആ സ്റ്റേ മാച്ച ആളുടെയും വഴി അങ്ങ് താഴെയിരിക്കുന്നത്. അവരെ ആ സൈഡ് മാത്രം, അവിടെ അതിര് കയ്യേറി എന്നുള്ളൊരു കേസാണ് അവർ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവർക്ക് ആ വഴിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തതും അവർ മുള്ളുവേലിയിട്ടത്. അവർക്കൂടെ വരാനുള്ള വഴിയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മൾ സഹകരിച്ചണം. പക്ഷേ ഇത് സഹകരിച്ചിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വഴിയുടെ കോലം ഞാൻ കാണിച്ചു തരാം. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് തന്നെ. വിഷമമുണ്ട്, എന്നാൽ സന്തോഷമുണ്ട്. മരിക്കുമ്പോൾ ഈ സ്ഥലമൊന്നും ആരും എന്തായാലും കൊണ്ടുപോകില്ല. പക്ഷേ മരിക്കാറായി കിടക്കണമെങ്കിൽ പെട്ടെന്ന് വയ്യാതായാൽ കൊണ്ടുപോകാനുള്ള വഴിയാണിത്. ഇപ്പോൾ ഒരു വണ്ടി വീടിൻ്റെ നടയിൽ വരണമെങ്കിലാ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോകണമെങ്കിലാ വഴി ചൊവ്വായാലേ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് മരിക്കേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ആരും അത് ചിന്തിക്കാനില്ല. എന്നാലും വഴിയുടെ കാര്യത്തിൽ കാണിച്ചു തരാം. അപ്പം ഓക്കെ, അപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളവിടെ ഇതുപോലെ ഒരു വഴി ഉണ്ടാകുന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ വഴിയുടെ തുടക്കം ഇവിടെ നിന്നാണ് എന്ന് പറയുമ്പോൾ ഇത് കണ്ട മതിൽ കെട്ടിക്കണം. ഇതൊരു ഭാഗം ഇവർക്ക് നമ്മളെ വഴിയായിട്ട് ഒരു ടച്ചുമില്ല. കാരണം ഇവരുടെ സൈഡ് പോകുമെന്നും പറഞ്ഞാണ് ഇവരന്ന് മതിൽ കെട്ടിയതും. പിന്നെ ഈ ഒരു ഭാഗം ഈ കാണുന്ന വീട്, ഈ വീട് ഇവരെ സ്ഥലം കയ്യേറി എന്നുള്ള രീതിയിലാണ് ഇവരെന്നുകൊണ്ട് സ്റ്റേ എടുത്തത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും വഴിയുടെ ആവശ്യമില്ല. കാരണം മുകളിലോട്ടുള്ളവർക്കാണ് വഴിയുടെ ആവശ്യം. ഇവിടെ ഒരു വണ്ടി ഇരിക്കും, ഇത് മുകളിലുള്ളൊരു പയ്യൻ്റെയാണ്, ഇത് മുകളിലുള്ളൊരു പയ്യൻ്റെയാണ്. ഈ വഴി ഇതിനേക്കാളും നല്ല സൂപ്പർ വഴിയായിരുന്നു, അല്ലേ? ഇതിനേക്കാളും നല്ല പോലെ കിടന്ന വഴിയായിരുന്നു ഇത്. പണ്ട് ഈ വഴിക്കൊന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൽ അടിപൊളിയായിട്ട് ഒരാൾക്ക് നടന്നു പോയി. ഇപ്പോൾ ഒരാൾ നടന്നു പോകണം കഷ്ടപ്പാടാണ്. കണ്ട, രണ്ടുപേരും ഒത്തു പോകില്ല. അങ്ങനത്തെ ഒരു വഴിയാണ് ഇപ്പം. ഇവിടെ നിന്നൊരു സ്റ്റേ, ഇവിടെ നിന്നൊരു മതിൽ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? വണ്ടി കയറി പോകില്ല. വണ്ടി കയറി പോയാൽ 3ൻ്റെ അന്ന് പണിയാണ്. എന്താടാ വണ്ടി പണിയാവും. ഒരു ആട്ടോ കയറി വന്നാൽ എന്തായിരിക്കും? 3ൻ്റെ അന്ന് പണിയാണ്. ഒരു ആട്ടോ പോലും അതാണ് ആട്ടോ എന്താണ് വരാത്ത പേടിച്ചിട്ട്. എന്തുകൊണ്ട്? അവന്മാരെ വണ്ടി ഇടിച്ച് പടവും. കാരണം മഴവെള്ളം വീന്നിട്ടും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ മഴവെള്ളവും അവർ വീട്ടിൻ്റെ അവിടെ ഒഴുക്കി വിടാതെ വഴിയെ ഒഴുക്കി വിടണം. നാട്ടുകാരെ തർക്കം. ഇതിൽ പഞ്ചായത്തിനെ നമ്മൾ സർക്കാരെ ആരെയും കുറ്റം പറയില്ല. കാരണം നാട്ടുകാരാണ്, നമ്മളെ ആൾക്കാരാണ് കൂടുതൽ പ്രശ്നം. അവരൊരാൾ വിചാരിച്ചെങ്കിൽ ഇതിങ്ങനെ ആവൂലായിരുന്നു. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. അപ്പോൾ ഞാൻ മുകളിലോട്ട് പോവുകയാണ്. കണ്ടല്ലേ, ഒരാൾക്ക് സമീർ ഒന്ന് നടന്നു, രണ്ടുപേരും നിറഞ്ഞ് നടക്കുമെന്ന് നോക്കട്ടെ. എവരായതുകൊണ്ട് ഒരാൾക്കേ നടക്കാൻ പറ്റൂ. ഇതിൻ്റെ ഇടയിൽ പാമ്പുണ്ടെങ്കിലാ, പഴുതാര ഉണ്ടെങ്കിലാ, എന്തര കയറി കിടന്നാലും അറിയാൻ പറ്റില്ല. പിന്നെ മരങ്ങളൊക്കെ തലയിൽ വീഴാത്ത രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഉച്ചാവാം. മഴവെള്ളം വീണിട്ടാണ് ഈ വഴി ഇങ്ങനെ ഒന്ന് കണ്ട. ഈ വഴിയിൽ കൂടെ ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലൊക്കെ വന്ന് നിന്നപ്പോഴാണ് കേസ് കൊടുത്ത ആൾ അത് പിൻവലിക്കാൻ തയ്യാറായില്ല. നമ്മൾ മുള്ളുവലയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാം സെറ്റാക്കി വന്നതാണ്. ഇതുപോലൊരു വഴി ഒരിടത്തും കാണൂല. മുകളിലാണെങ്കിൽ വയസ്സായവർ മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രായം കൂടിയ ആൾക്കാരെ ഏറ്റവും കൂടുതലുള്ളൂ. ഒരാൾക്ക് വയ്യാതായാൽ പെട്ടെന്ന് ഒരു വണ്ടി കയറി വരണമെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പോലും ഈ വഴി പറ്റൂല. കാരണം വിഷമം കൊണ്ട് പറയണതാണ്. കാരണം കണ്ടില്ലേ, ഇതാണ് വഴി. ഈ ഒരു കൊച്ചു വഴി കൂടെയാണ് പോവുകയും വരികയും ചെയ്യാറുള്ളത്. അപ്പം ഇത് ഇവിടെ ഉള്ളവർക്കായിരിക്കും ഇല്ല, അവർക്ക് താഴെ ഉള്ളവരെ ഭാഗം നിൽക്കുക, അങ്ങനെയൊക്കെ അവർക്ക് അറിയാവും. മുകളിലോട്ട് നമുക്കാണ് വഴി എന്നുള്ളൊരു ചിന്ത മനുഷ്യർക്കും ഇല്ല. കണ്ടില്ലേ, ഇവിടെ വരുമ്പോഴത്തേക്ക് ആട്ടോര
അടിയിലെ ബോഡി ഇടിച്ച് നിൽക്കും ഈ കല്ലിൽ. അതുകൊണ്ട് കാട്ടവും കയറാറില്ല. ഉണ്ടല്ലോ വെള്ളം വന്ന് കുഴിയായി പോണതാണ്. ഇത് ഇവിടെ അത് അന്ന് ശരിയാക്കിയപ്പം ശരിയായൊരു വീതിയാണ് ഈ വഴി. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി തിരിയണതിൻ്റെ അവിടെയാണ്. മനസ്സിലായില്ലേ? ഇത് 3 വഴി, 2 വഴിയായിട്ടാണ്. ഒന്ന് തോവാ കിടക്കണ വഴി, ഒന്ന് ദാ ഈ കിടക്കണ വഴി. മെയിന് ഈ വഴി അക്കരെയൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഇത് ഈ വഴി ഇവിടെയൊക്കെ ആട്ടോ കയറി വരും. ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ ഒരു ഡ്രൈവർ ആകുമ്പോൾ വരും. പക്ഷേ താഴേന്ന് കയറി വരാൻ പറ്റിയാലല്ലേ ഇങ്ങോട്ട് വണ്ടി പോകും. ഇവിടെ വരുമ്പോൾ അടുത്ത ഇഷ്യൂ ആണ്. ഇവിടെ ഒരു കല്ല്, പാറക്കല്ല്, അങ്ങനെ ഓരോന്ന്. ഇതാണ് അടുത്ത ടാസ്ക്. കണ്ട ഒരു വഴി കിടക്കുന്നതാണ്. എങ്ങനെ കിടന്ന വഴിയാണ്. അപ്പം ഇതാണ് ഈ വഴിയുടെ അവസ്ഥ. മനസ്സിലായില്ലേ? അങ്ങനെ കാര്യങ്ങൾ കിടപ്പ്. നിങ്ങൾക്ക് ഇത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ എന്നെ കഴിയുന്നത് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. എന്നുള്ളൊരു പാട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കോമഡിയാണ്. ഒരാൾക്ക് നടന്നു പോലും പോകാൻ സത്യം പറഞ്ഞാൽ പറ്റില്ല. ആ രീതിയിലുള്ള നല്ല അടിപൊളി വഴിയാണിത്. ഇപ്പം കണ്ട സെറ്റ് വഴിയാണ്. ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതാ കണ്ട സൈഡ് ഇങ്ങനെ ഇറങ്ങണോണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാട് വൃത്തിയാക്കാനോ എല്ലാവർക്കും കൂടെ പറ്റൂല. ആരെങ്കിലും 2 പേര് ചെയ്താൽ ചെയ്ത്. പിന്നെ എന്താ ഈ വീട്ടിലുള്ളവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് പറയട്ടെ, ഇവരെ സൈഡിൽ ഈ കൈവരി മൊത്തവും അവർ പൈസ മുടക്കി, പിന്നെ വേറെ ഒരാളുടെ പൈസ മുടക്കി കോൺക്രീറ്റ് ചെയ്ത് വണ്ടി കയറി വരുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. വണ്ടി കയറി വരുമല്ലോ എന്നൊക്കെ ആയി 2-3 പ്രാവശ്യമൊക്കെ കയറിയപ്പോഴത്തേക്കും എല്ലാം പോയി. പറഞ്ഞിട്ട് പ്രശ്നങ്ങളും പോയി. കണ്ടാ ഇപ്പം ഇതാണ് അവസ്ഥ. ഒരു സൈഡിൽ കൂടെ നടക്കാൻ പറ്റില്ല. കാരണം എന്തിനാണ്? കാട് കയറി കിടക്കുകയാണ്. എന്തെങ്കിലും കയറി കിടന്നാൽ അറിയാൻ പറ്റൂല. താഴെ വീണ് ചാവണേക്കാളും നല്ലത് സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ വല്ലതും കൊത്തി മരിക്കണതാണ് നല്ലത്. കാരണം ഇങ്ങനെ ഒരവസ്ഥയിലാണ്. അതായത് ഇത്രയും താഴ്ച ഉണ്ട് കേട്ടോ. ഇത്രയും താഴ്ച ഉണ്ട് ഇവിടെ നിന്ന് താഴെ. 2-3 തവണ താഴെ ആൾക്കാർ കാലൊക്കെ തെറ്റി വീണിട്ടുണ്ടെന്നാണ്. വീണിട്ടുണ്ട്, എന്നിട്ടില്ല എന്നല്ല, വീണിട്ടുണ്ട്. ഇത് അഡീഷണൽ കോൺക്രീറ്റ് ചെയ്ത് കയറ്റിയതാണ്. എന്നിട്ടും ഇവിടെ കണ്ടില്ലേ അങ്ങനെ തന്നെ വഴി മഴ പെയ്തും ഓരോരുത്തരുടെ സഹായവും കൊണ്ടും ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ എല്ലാവർക്കും വഴി വേണമെന്നുള്ളത് കൊണ്ടും ഇങ്ങനെ ആയി. പിന്നെ എല്ലാവരും പറയണത് അനുസരിക്കുന്നത് കൊണ്ടും ഇങ്ങനെയായി. നിങ്ങൾക്ക് എന്തൊരു തോന്നണ്? നിങ്ങളവിടെ ഇങ്ങനെയൊക്കെയാണോ? ഈ വഴി ചെന്ന് തീരണത് അവിടെ നിന്ന് വളഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട്, മാങ്കാവ് എന്ന് പറഞ്ഞാൽ അടുത്ത വേറൊരു ജംഗ്ഷനിലോട്ട് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഈ വഴി നേരെ ആവണം. ആദ്യമേ പറഞ്ഞത് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. നമുക്കൊരിക്കലും ശരിയാവാനും പോകണില്ല അല്ലേടാ? നമുക്കൊരിക്കലും. എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കാര്യമില്ല, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഉള്ള ഓരോ ആൾക്കാരെ ഓരോ പ്രവൃത്തിയും ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ? അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ ഇതേ സ്ഥലത്ത് എവിടെയാണ് തുടങ്ങിയത് അവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അത് തന്നെ, നല്ല കമൻറ്റ് ചെയ്യണവർക്ക് യവനെ കൊടുക്കാന്ന് യവൻ പറഞ്ഞ് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇനി വീട്ടിൽ ചോദിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ നമുക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതുവരത്തേക്കും പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ശരിടാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ചെയ്യണ്ട കേട്ടാ. പരമാവധി ഷെയർ ചെയ്താൽ 2-3 തവണയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഒരു ടാറ്റ കൊടുത്താൽ ടാറ്റ, ബൈ ബൈ, സി യു. ഓക്കെ.